ഇന്നത്തെ കത്തിലേക്ക് കടക്കാം. നല്ല ജോലിയും സൗന്ദര്യവും മറ്റു ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും വിവാഹത്തിന് തടസ്സം നേരിടുന്ന ചില ജാതകസ്ഥരുണ്ട്. അത്തരം ഒരു കത്തിലേക്ക്. ആലപ്പുഴയിൽ നിന്ന് ശ്രീനിവാസൻ എഴുതുന്നു. മകൾക്ക് 28 വയസ്സായി. കേന്ദ്ര സർവീസിൽ ജോലിയുണ്ട്. 2 വർഷമായി വിവാഹാലോചനകൾ തുടങ്ങിയിട്ട്. നല്ല ആലോചനകൾ വരുന്നുണ്ട്. ഒന്നും തീരുമാനമാകുന്നില്ല. വിവാഹം ഉടൻ നടക്കുവാൻ എന്താണ് പരിഹാരം? ഇതാണ് ഇന്നത്തെ ചോദ്യം. ഈശ്വരാനുഗ്രഹങ്ങൾ കൊണ്ടാണ് ഇപ്പം കല്യാണം നടക്കാത്തതെന്ന് വേണം പറയാൻ. എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയേണ്ടിയിരിക്കും. പുണർന്ന നക്ഷത്രം 10 വയസ്സുവരെ വ്യാഴദശയും 29 വയസ്സുവരെ ശനിദശയുമാണ്. ശനിദശ സൂര്യഗ്രഹവുമായി 15 ഡിഗ്രിയിൽ മൗഢ്യത്തിൽ നിൽക്കുന്ന ശനിയാണ്. ഇതിനിടയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് ജോലി കിട്ടി എന്നുള്ളത് ചിലപ്പം ആശ്രിതരുടെ വകയിലോ അല്ലെ അതുപോലെയുള്ള ഏതെങ്കിലും വ്യവസ്ഥിതിയിൽ ആയിരിക്കാം കിട്ടിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ജോലിക്കും ബുദ്ധിമുട്ട് വന്നാൽ എന്താണ് ഈ സമയത്ത് വിവാഹം ഒന്നും നടക്കാതിരുന്നത്, അല്ലെ നന്നായി ഈശ്വരാനുഗ്രഹമാണ് എന്ന് പറയാൻ ഉള്ള കാരണം? സാധാരണ നടക്കണം എന്നല്ലേ പറയാം. അപ്പം നടക്കരുത് എന്ന് പറഞ്ഞാൽ ഈ മൗഢ്യമായ ശനിദശയിൽ നാം ഒരു വിവാഹം നടത്തി വിടുമ്പോൾ കുറച്ച് സ്വർണം, അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉദ്യോഗസ്ഥ, ആ ഉദ്യോഗത്തിൻ്റെ വരുമാന്യം, ശമ്പളം, മനസ്സംതൃപ്തി, ഒരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് ഒരാളിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഒരു കുടുംബത്തിലെ വന്നുകൊണ്ടിരുന്ന വരുമാനം, മറ്റ് ഭൗതിക നേട്ടങ്ങൾ, ആത്മസംതൃപ്തി, മനസ്സമാധാനം എന്നിവയും കൂടെ മറ്റൊരു കുടുംബത്തിലേക്ക് പകർന്നു പോകുന്ന, മറ്റൊരു സംസ്കാരമുള്ള ഒരു കുടുംബത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയും കൂടിയാണ് വിവാഹം. അവരവിടെ ചെന്നു വിവാഹം കഴിച്ചു വേറെ സെപ്പറേറ്റ് ഫ്ലാറ്റിലോ ഇപ്പോൾ ഡൽഹിയിലോ അല്ല വേറെ എവിടെയെങ്കിലുമൊക്കെ താമസിച്ചു വന്നിരിക്കട്ടെ, അത് രണ്ടാമത്തെ കാര്യം. ഒരു പെൺകുട്ടിയെ ഇറക്കി വിടുകയാണ്. വസ്ത്രം, ആഭരണം, ധനം, ഒസ്യത്തെ, ഡൗറി, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. ഡൗറിയൊക്കെ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ രണ്ടാമത്തെ കാര്യം. പക്ഷേ ഈ വക കാര്യങ്ങളെല്ലാം മുൻനിർത്തി ചിന്തിക്കുമ്പോൾ ഈ വക സംഗതികളൊക്കെ ചെന്ന് കയറുന്ന ആ കുടുംബം മുഖാന്തരം നഷ്ടപ്പെടുകയോ, അതായത് മനഃപൂർവ്വം സ്വർണ്ണമൊക്കെ എടുത്ത് വശത്താക്കി വിൽക്കുകയോ അല്ലെങ്കിൽ താറുമാറാക്കി കളയുകയോ അല്ലെങ്കിൽ ഇളയത്തുങ്ങളെ കൊടുത്ത് കെട്ടിക്കുകയോ എന്നല്ല അതിൻ്റെ അർത്ഥം. മൗഢ്യ ശനിദശയിൽ ഈ സ്വർണം, ധനം, ഔദ്യോഗികം, മനസ്സംതൃപ്തി, ജംഗമം, ഡൗറി ഇങ്ങനെയുള്ളതൊക്കെ നഷ്ടപ്പെടണം എന്നുണ്ട്. അപ്പോൾ ചെന്ന് കയറുന്ന ഭവനം അതിനൊരു കാരണമാവും. അപ്പം നമ്മൾ കാരണം നമ്മുടെ സമയദോഷം കൊണ്ട് ചെന്ന് കയറുന്ന കുടുംബത്തിനും കൂടെ ഒരു ദോഷം ഉണ്ടായി എന്ന് വന്നാൽ 2 കുടുംബത്തിനാണ് ദോഷം. ആ മൗഢ്യ ശനിദശ കഴിഞ്ഞിട്ട് ഒരു വലിയ ഭാഗ്യം അനുഭവിക്കുന്ന, അതായത് സ്വന്തം മക്കളെപ്പോലെ കരുതുന്ന ഒരു കുടുംബത്തിലേക്ക് ഒരു രാജകീയ പ്രൗഢിയോടെ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന സ്വർണം, ധനം, ഗവൺമെൻറ് ശമ്പളം, ആത്മസംതൃപ്തി കുടുംബത്തിലോട്ട് സഹായിച്ചു കൊണ്ടിരുന്ന ആ അവസ്ഥ, ഇവയ്ക്കൊന്നും ഒരു കേടുപാടുകളും ഇല്ലാതെ ഒരുപക്ഷെ കുറേയും കൂടെ സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും ആനന്ദിക്കുവാനും സല്ലപിക്കുവാനും സന്തോഷിക്കുവാനുമുള്ള ഒരു കുടുംബത്തിലേക്ക് പോകാനാണ് വിധി. അപ്പോൾ മൗഢ്യ ശനിദശ തീർന്ന് ബുധദശാകാലം എടുക്കുകയും ചെയ്യും. ആ ബുധനാവട്ടെ അതിനെപ്പറ്റി വർണ്ണിക്കുന്നത് വൈശ്യം വിട്ട് ഭാഗ്യഭാസ്കരനുദിച്ചിടും, ഭാസുര നിലയങ്ങൾ വെച്ചിടും, അഥവാ വാങ്ങിച്ചിടും, ഭൂസ്വത്ത് ഗ്രഹിച്ചിടും, ശത്രുക്കളെ ജയിച്ചിടും, സത്യദാനമാതി സൽക്കർമ്മങ്ങൾ നടന്നിടും, 6-7 ആണ്ട് രാജ്യതുല്യമായി വാണിടും,
ഒരു മഹാരാജ്ഞിയെ പോലെ ജീവിക്കാനുള്ള സംവിധാനവും സൗഭാഗ്യവും 29 വയസ്സിന് ശേഷം 30 വയസ്സിവൾക്കെന്നഹോ 30-ാമത്തെ വയസ്സിൽ സൽപദവിയുമാർന്നിടും നിശ്ചയം. ആ കുടുംബത്തിലെ ഏതാണ്ടൊരു കാരണവസ്ഥാനത്തിന് തുല്യമായ അല്ലെ കുടുംബിനിയായി ചെന്ന് കയറാനുള്ള ഒരു വസന്തകാലം വരാൻ പോകുന്നു. അതുകൊണ്ട് ഈ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ 29 വയസ്സ് വരെ പ്രതീക്ഷിച്ച കല്യാണം നടന്നില്ല എന്നുള്ള കാര്യത്തിൽ ദുഃഖിക്കുകയല്ല, സന്തോഷിക്കുകയാണ് വേണ്ടതെന്നാണ്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചു, അത് നടന്നില്ല അല്ലെ നടക്കുന്നില്ല എന്ന് കണ്ടാൽ ആ രണ്ട് തരത്തിൽ ചിന്തിക്കണം. ഒരുപക്ഷെ നന്നാവാനുള്ളൊരു തടസ്സമാണോ എന്നൂടെ ചിന്തിക്കണം. അങ്ങനെ വരുന്നതുകൊണ്ട് തടസ്സം വരുന്നതുകൊണ്ട് ഇവിടെ നന്നാവാനുള്ളൊരു തടസ്സമാണ് വരുന്നത്. വൈശ്യം വിട്ട് ഭാഗ്യഭാസ്കരൻ ഉദിച്ചിടും, ബാസുര നിലയങ്ങൾ വെച്ചിടും വാങ്ങിച്ചിടും, ഭൂസ്വത്ത് ഗ്രഹിച്ചിടും, ശത്രുക്കളെ ജയിച്ചിടും, സദ്യയും ദാനവും സൽക്കർമ്മങ്ങളും കനകവേഷഭൂഷണാദികളും കൊണ്ട് രാജതുല്യമായി വാണിടും. അതായത് 30-ാമത്തെ വയസ്സിൽ സർവമംഗലം കാർന്നോസ്ഥാനത്ത് വരികയോ എപ്പോഴും ജോലി കിട്ടാനിടവരുമോ, ഒരു പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. എല്ലാം കൊണ്ടും നമുക്ക് 30-ാമത്തെ വയസ്സ് മുതൽ സർവഭാഗ്യങ്ങളും തെളിയും. ഒരു ആയുസ്സിൽ വേണ്ട എല്ലാവിധ സൗഭാഗ്യാദികളും നിറഞ്ഞു കവിഞ്ഞ് വരാൻ പോകുന്നു. ഐശ്വര്യവത്തായ ഒരു കത്താണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്രകാരം എല്ലാം ഐശ്വര്യമത്താവട്ടെ, എല്ലാ ജീവിതങ്ങളും ആവട്ടെ. ഈ സഹോദരി രാജതുല്യമായി ജീവിച്ചു വരുമ്പോൾ നമുക്ക് ദേവാമൂത്തിലോട്ട് വീണ്ടും സന്തോഷസൂചകമായി ഒരു മറുപടി, ഒരു കത്ത് വീണ്ടും അയക്കുവാൻ ഇടയാവട്ടെ.